ഹലോ, സാലിയുടെ മേക്കപ്പ് ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമുക്കിന്നൊരു ബീട്രൂട്ട് തോരൻ വെക്കാമേ. അതിന് ആവശ്യത്തിനായ ഈ വലുപ്പത്തിനൊരു ബീട്രൂട്ട് എടുത്ത് ഞാൻ ചെത്തി വെച്ചേക്കുവാണ്. പിന്നെ ഈ 2 കഷ്ണം ക്യാരറ്റും ആവശ്യത്തിന് പച്ചമുളകും. നമുക്കിനി ഇതരിഞ്ഞ് ഇതെങ്ങനെ തോരൻ വെക്കുന്നതെന്ന് കാണിച്ചു തരാമേ. ബീട്രൂട്ട് കൊത്തി അരിഞ്ഞ് കൈകൊണ്ട് ഇതേപടി കൊത്തി അരിഞ്ഞതാണ്. അതരിഞ്ഞ് ഞാൻ നേരത്തെ കാണിച്ച ക്യാരറ്റ് കൊത്തി അരിഞ്ഞ് വെച്ച്, സവാള, പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിനുള്ള തേങ്ങയും വെച്ച് നമുക്കിനി ഇത് എങ്ങനെയാണ് ഇത് പാചകം ചെയ്യുന്നതെന്ന് നമുക്ക് കാണിച്ചു തരാം. നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം. നമ്മൾ സ്റ്റൗ ഓണാക്കി കേട്ടോ. സ്റ്റൗ ഓണാക്കി സ്റ്റൗ ഒന്ന് ചൂടാവട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം. സ്റ്റവ് ചൂടായി നമ്മളതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ മതി കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ചട്ടി ഒന്ന് ഇതെങ്ങനെ നോക്കി കൊടുക്കാം. എണ്ണ കറക്കി കൊടുത്തിട്ട് അതായത് എണ്ണ ചിലപ്പോൾ അടിക്കൊക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്താൽ അടിക്ക് പിടിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ചട്ടി ചൂടായി നമ്മൾ കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് അതിനകത്തോട്ട് 1 by 1 ആയിട്ട് നമുക്ക് സവാള അരിഞ്ഞ് വെക്കണം. സവാളയിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് വെച്ചിട്ടൊന്ന് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടെ നമുക്ക് ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്തിട്ട് ഇനിയാണ് നിങ്ങളിങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് അറിയിക്കുക. ഇനി ഞാൻ ചെറിയ തേങ്ങ ആഡ് ചെയ്ത് തേങ്ങ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിനകത്തോട്ട് 1/4 ടീസ്പൂൺ മതി കേട്ടോ. കണ്ടോ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ നമ്മളൊന്ന് ഒരു മീഡിയം ആയിട്ട് നമ്മൾ കുറച്ച് വെച്ചു. അല്ല കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്കാണ് നമ്മൾ കുറച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമ്മളതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പിടുവാണ്. ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. നിങ്ങളിങ്ങനെയാണോ തോരൻ വെക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. ഇനിയാണ് നമ്മൾ അരി വെച്ച് വെക്കുന്ന ബീറ്റ്റൂട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ പുറകിലായിട്ട് സ്റ്റെപ്പായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റും ഇതിനകത്തോട്ട് അടിച്ചിട്ട് ഇനി നമുക്കൊന്ന് ഇളക്കി വെക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ചെറിയ തീയിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. നന്നായി ഇളക്കി കൊടുത്തിട്ട് ഞാൻ കയ്യെ പിടിച്ചിട്ടാണ് എടുക്കുന്നത്. എനിക്ക് ഭ്രാന്തൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതിനൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഓക്കെ, അവിടെ നിന്ന് അടച്ചു വെച്ച് നമ്മൾ ഇടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നമ്മൾ തീ ഫ്ലെയിം കുറച്ചാണെന്ന് വെച്ചേക്കുന്നത്. ഒരു കാരണവശാലും കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ചാൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് അടിക്ക് പിടിക്കും. നല്ലവണ്ണം നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഇത് അടച്ചു വെക്കുക. 10 തൊട്ട് 15 മിനിറ്റ് വരെ വെച്ചാൽ മതി കേട്ടോ.
ലേശം കൂടി വേണം. ഉപ്പ് കറക്റ്റാണ്. ഓക്കെ, ഇനി ഞാൻ മൂടി വെച്ച് നമ്മൾ വേവിക്കുക. പിന്നെ ഞാൻ പറയുന്നു, ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കുക. അങ്ങനെ അടച്ചു വെച്ചിരുന്നതാണ് എണ്ണ അടച്ചു വെച്ചേ വേവിക്കാവുള്ളൂ. തേങ്ങ നിങ്ങൾ ഇപ്പോൾ തോരൻ വെക്കുമ്പോഴും നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. അതായത് പച്ചക്കിഴവ് കാരണം വെച്ചാൽ നിങ്ങൾ എവിടെ ചേർത്ത് വെക്കരുത്. നമ്മൾ ഒന്ന് ഒതുക്കുക. ഇതിപ്പോൾ എനിക്ക് ഒതുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതിനെന്ന് പറഞ്ഞാൽ അത് നല്ലപോലെ പീര അങ്ങനെ വലിയ പീരയല്ല, ചെറിയതായിട്ട് കിടന്നുകൊണ്ടാണ് ഞാൻ ഒതുക്കാഞ്ഞത്. അപ്പോൾ എപ്പോൾ തോരൻ വെച്ചാൽ നമ്മൾ ആദ്യം കടുകെല്ലാം പൊട്ടിച്ച് ഉള്ളിയുടെ കൂടെ സവാള ഇട്ടിട്ട് നമ്മളിങ്ങനെ വഴറ്റുന്നതിൻ്റെ കൂടെ ഇത് ഇട്ടൊന്ന് ഒന്ന് മൂപ്പിക്കണം. മൂപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് തോരനായാലും ആ തോരത്തിന് അരിഞ്ഞ് വെച്ചപ്പോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. ഓക്കെ, ചെയ്ത് കൊടുക്കുക. അതിൽ നിന്ന് വേവട്ടെ, ഇച്ചിരി വേവാണ്ട് ഇനി നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം. വെള്ളം അതിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ്. ഹലോ, നമ്മുടെ തോര റെഡിയായി. നിങ്ങൾ ദയവായിട്ട് ഈ ചോപ്പറിലൊന്നും വെച്ചിട്ട് പിന്നെ തോരത്തിന് അരിയരുത്. നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ കൊത്തി അരിയുന്ന ടേസ്റ്റ് ഏത് ചോപ്പറിൽ വെച്ച് അരിഞ്ഞാലും കിട്ടത്തില്ല. പ്രഷർ എവിടേക്കും ഒട്ടിപ്പിടിച്ചിട്ടില്ല, കണ്ടോ? എവിടെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഞാൻ തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല, അടുക്കി പിടിച്ചിട്ടില്ല, കണ്ടോ? നിങ്ങൾ കാണാമല്ലോ, ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്, സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ദയവ് ചെയ്ത് എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് തന്നെ എത്തിക്കണം. അത് വീണ്ടും ഞാൻ പറയുകയാണ്, എനിക്ക് സബ്സ്ക്രൈബർ കുറവാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ ഒന്നും കൂടെ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തണം പ്ലീസ്. നമ്മുടെ തോരൻ റെഡിയായി, കണ്ടല്ലോ. ഇനി ഇതേപോലെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് തന്നെ കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, എല്ലാവർക്കും ബൈ. ഒന്നും കൂടെ ഞാൻ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. എല്ലാവരും എന്നെ ഞാൻ എപ്പോഴും പറയുവാണ്, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, എല്ലാവർക്കും ബൈ.